ഹായ്. അപ്പം ഞാൻ കുറേ കാലമായിട്ട് ഇപ്പോൾ അടുത്ത് കുറച്ച് വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ചില ആൾ വിചാരിക്കും നീ എന്താണ് ഇപ്പം ഈ കാര്യങ്ങൾ പറയുന്നത് എന്തിനാന്ന് ചോദിക്കുന്നുണ്ടാവും. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇത്രയും കാലം മിണ്ടാതിരുന്നത് എനിക്ക് മനസ്സാവാതെ അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. എനിക്കും നിങ്ങളെപ്പോലെ ഒരുപാട് സംശയങ്ങളും. നോർമലി ഏതൊരു ഹസ്ബൻഡാണെങ്കിൽ സ്വന്തം ഹസ്ബൻഡ് ആൻഡ് വൈഫുള്ളൊരു ബാഡ് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ ഒരിക്കലും പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതൊരു ഹസ്ബൻഡും നിൽക്കൂല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. മറ്റുള്ളവർ മുന്നിൽ ചിത്രീകരിക്കുന്നത് ഭയങ്കര ബാഡ് ബോർ പരിപാടിയാണ്. അതേപോലെ കുടുംബകാര്യം ഇല്ലാത്ത ഈ കുടുംബക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് സംസാരിക്കാൻ നെഗറ്റീവ് പറയുക അങ്ങനത്തെ ഒരു കൾച്ചർ ഇല്ലാത്ത ഒരുപാട് ടീംസിന് മാത്രമേ അതിനെ കൊണ്ട് പറ്റുള്ളൂ എന്നാണ് എനിക്ക് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. പക്ഷെ ഒരു സമയത്ത് എന്നെ എല്ലാവരും എടുത്ത് പുഴുങ്ങണ ഒരു സമയത്ത് ഞാൻ അന്ന് മിണ്ടാണ്ടിരുന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് എന്നുള്ളത്. ഞാൻ ഇങ്ങനെ സൈലൻ്റായി നിൽക്കുമ്പോൾ ഇതിലേക്ക് ഇങ്ങനെ പിന്നെയും പറഞ്ഞു ഉയർത്താനുള്ള ആൾക്കാർ ആരൊക്കെയാണെന്ന് ഞാൻ ശരിക്കും പറയാം. ഒന്നാമത് എൻ്റെ ഫസ്റ്റ് വൈഫിൻ്റെ ബ്രദർ ഫാമിലി, അവരുടെ ഫാമിലിയാണ് എന്നെ ഇങ്ങനെ ഇപ്പോഴും പഴയ കാര്യങ്ങൾ പറയിപ്പിക്കണതും സംസാരിക്കുന്നത്. കാരണം ഞാൻ മനസ്സാവാച അറിയാത്ത കാര്യങ്ങളൊക്കെയാണ് അവർ ഈ പറഞ്ഞ് പരത്തുന്നത്. അതിപ്പോഴും അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു കാര്യം നിങ്ങൾക്ക് എനിക്ക് എന്നെ ചതിച്ചു പോയ ഒരാളെ വിചാരിച്ച് ഇനി ഞാൻ ഒരിക്കലും ടെൻഷൻ അടിക്കരുതെന്ന് ഞാൻ മനസ്സിലുറപ്പിച്ചതിന് ശേഷമാണ് ഞാൻ ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യാൻ തുടങ്ങിയത്. മാന്യനാകാൻ ശ്രമിക്കുന്നുണ്ട്, മാന്യനാകാൻ ഞാൻ ശ്രമിക്കുന്നൊന്നുമില്ല.